ുമായി ബന്ധപ്പെട്ട് കൊട്ടിയൂരിലുണ്ടായ ഒരു പഴയ വിഷയമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ ഭൂമിയും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഭൂമി തന്നെയാണ്. ലീഗലായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ പുറത്താവുന്നു. അത് സ്ഥലം വില കൊടുത്ത് മറ്റേതൊരു സ്ഥലത്തും സ്ഥലം വാങ്ങുന്നത് പോലെ വില കൊടുത്ത് വാങ്ങിയ ആളുകളാണ് നമ്മളെങ്കിൽ പോലും, കുടിയേറ്റക്കാർ എന്നുള്ളതല്ല, സ്ഥലം വില കൊടുത്ത് വാങ്ങിയ ആളുകളാണെങ്കിൽ പോലും കൊട്ടിയൂർ ദേവസ്വം നിയമപരമായി മുന്നോട്ട് പോയാൽ നമ്മൾ പുറത്തു പോകേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ ലീഗൽ ബാക്ക്ഗ്രൗണ്ട്. മൈനർ സ്വത്തായതുകൊണ്ട് ആ ട്രാൻസാക്ഷൻ വാലിഡ് അല്ല. പക്ഷേ അതൊരു സാമൂഹ്യമായ പ്രത്യാഘാതമായ വിഷയമായതുകൊണ്ട് ആ കാര്യത്തിൽ ദേവസ്വം അങ്ങനെ മൂവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിഹാരം ആയിട്ട് നിലനിൽക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആ സ്ഥലം മറ്റൊരു ബോഡിക്ക് എടുക്കാൻ കഴിയും. ഈ വിലയ്ക്ക് മറ്റൊരാൾക്ക് ഇപ്പോൾ ഒരു സ്പോൺസർക്ക് ആ സ്ഥലം എടുക്കാം, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഫോമിലേറ്റ് ചെയ്തിട്ട് ആ സ്ഥലം ഏറ്റെടുക്കാം, എന്നിട്ട് ദേവസ്വത്തിൻ്റെ കാര്യത്തിനോട്ട് വിനിയോഗിക്കാം. അങ്ങനെ ഒരു സാധ്യത അവിടെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു തുടങ്ങിയത് താൽക്കാലിക ജീവനക്കാരുടെ പെരുമാറ്റം മോശമായിട്ട് എനിക്കിതുവരെ അനുഭവപ്പെട്ടിട്ടില്ലെങ്കിലും ധാരാളം ആളുകളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ആക്ഷേപങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. താൽക്കാലിക ജീവനക്കാർക്ക് വിവിധ വിഷയങ്ങളിൽ പരിശീലനം കൊടുക്കുന്ന ഏറ്റവും ചെറിയ ഒരു 1 day വർക്ക്ഷോപ്പ് എങ്കിലും താൽക്കാലിക ജീവനക്കാർക്ക്, അതിൽ സ്ഥിരം ജീവനക്കാരും ഒരാളന്മാരും ഒക്കെ പങ്കെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എല്ലാവരും ഉള്ള ഒരു ശിബിരം നടത്തി അവർക്കൊരു പ്രശിക്ഷണം നൽകുന്നത് നല്ലതാണ്. ആരോഗ്യ സേവനവുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയത് ഒരു 2 ബെഡെങ്കിലുമുള്ള ഒരു മിനിമം സൗകര്യം, അത് ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ സ്പോൺസർഷിപ്പ് സ്വീകരിച്ചിട്ടായാലും ശരി അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആരോഗ്യവകുപ്പിൻ്റെ അതിൻ്റെ വഴിക്ക് നടന്നുണ്ട്. വിവിധ സംവിധാനങ്ങളുടെ ഏകോപനമാണ് ഉദ്ദേശിച്ചത്. അതിന് മലബാർ ദേവസ്വം ഓൾറെഡി സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചു എന്നറിയുന്നത് അത്യധികമായ സന്തോഷമുണ്ട്. കൊട്ടിയൂർ ദേവസ്വത്തിൽ ഒരു സ്ഥിരം ജീവനക്കാരനെയും സാധിക്കുമെങ്കിൽ റവന്യൂ വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ബോഡിയാക്കി മാറ്റിയാൽ വളരെ നന്നായിരിക്കും എന്ന് അഭിപ്രായമുണ്ട്. പോലീസുകാരുടെ പ്രാദേശിക പരിചയമുള്ള ആളുകളുടെ സേവനം വിനിയോഗിക്കേണ്ടത് വലിയ അത്യാവശ്യമായ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. കഴിഞ്ഞ വർഷം തന്നെ തിരക്കൊഴിവാക്കാൻ വേണ്ടി ഇരട്ടത്തോട് നിന്ന് പോലീസുകാർ സമാന്തര റോഡിലേക്ക് വാഹനങ്ങൾ തിരിച്ചുവിടുകയും ആ വാഹനങ്ങൾ ചുങ്കക്കൊന്ന് വന്ന് കയറിയിട്ട് വലിയ ബ്ലോക്ക് ആവുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അത്തരം കാര്യങ്ങളിൽ ഗൗരവമായ ശ്രദ്ധ വേണം. കുടിവെള്ളമാണ് മറ്റൊന്ന്, അത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. വഴിപാടുകൾ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് ക്യൂവിൽ നിന്ന് തന്നെ വഴിപാടുകൾ റിസീവ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഉള്ള ഒരു സംവിധാനവും കൂടി ചെയ്തു കഴിഞ്ഞാൽ നന്നാവും. അതുപോലെ നമുക്കിവിടെ റെസ്റ്റ് ഹൗസുകളുടെ ഒരു സൗകര്യക്കുറവ്, വാക്കിംഗ് ഡിസ്റ്റൻസിൽ ആളുകൾക്ക് വേണ്ട രീതിയിലുള്ള മതിയായ താമസ സൗകര്യങ്ങൾ കൊടുക്കുന്നതിനുള്ള പരിമിതി ഉണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിൽ വളരെയധികം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. എന്നാലും പല കാര്യങ്ങളിലും നമ്മളുടെ ഈ ചർച്ചകളും കൂടിയാലോചനകൾ കൊണ്ട് ബഹുദൂരം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. കൊട്ടിയൂരുത്സവം വളരെ വിജയകരമായും തൃപ്തികരമായും നടത്താൻ സാധിക്കും എന്ന പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. ആളുകൾ കൂടുതൽ വരണം, തിരക്കുകൾ കൂടുതൽ ഉണ്ടാകണം. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴേ അതിനെ മാനേജ് ചെയ്യാൻ നമ്മൾ ശക്തരാവുകയുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.